പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വില കൊടുക്കേണ്ടതും ഒത്തിരി കഷ്ടപ്പാട് സഹിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ വിശ്വാസത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ വേണം. കൃപ കിട്ടിയാലേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. കുടുംബത്തിൻ്റെ ഭദ്രത, സുരക്ഷിതത്വം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ദൈവത്തിനുള്ള ഭക്തിയാണ്. അപ്പോൾ ഭക്തിയിൽ അവരെ വളർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് ഒരു ലക്ഷ്യമായിരുന്നു. അപ്പം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ കുടുംബം അതിവേഗം നശിക്കും എന്ന് വചനമുണ്ടല്ലോ. അതിനായിട്ട് ഞങ്ങൾക്ക് നല്ല വില കൊടുക്കേണ്ടി വന്നു. കുഞ്ഞിലെ തന്നെ ഇവരെ പരിശീലിപ്പിക്കാനും അതുപോലെ കുഞ്ഞിലെ തന്നെ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ തന്നെ കൊണ്ടുപോകാനും, ഏത് മഴയാണെങ്കിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം അവർക്ക് മനസ്സിലാകണം. അപ്പനും അമ്മയും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, കഷ്ടപ്പെടുന്നത് കൊണ്ട് അതിനകത്തൊരു അർത്ഥമുണ്ടെന്ന് അവർ തന്നെ മനസ്സിലാക്കണം, ഞങ്ങൾ പറയാതെ തന്നെ. അപ്പം ഇപ്പോൾ പനി വന്നാൽ പോലും, സാധാരണ പനി വന്നാൽ പനിയാകുന്ന പിള്ളേരെ ഞങ്ങൾ സാധാരണ വെച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാതിരിക്കും. പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. പനി വന്നാൽ തന്നെ കർത്താവാണല്ലോ പനി മാറ്റുന്ന ആൾ എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ആ രീതിയിലായിരുന്നു ഞങ്ങളുടെ ഒരു ജീവിതചര്യ. അങ്ങനെ അവരെ പള്ളിയിൽ കൊണ്ടുപോകാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിള്ളേർ കുഞ്ഞിലെയൊക്കെ ഇവരെയും കൊണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേനും ഇവർ ബഹളം വെക്കുകയും മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നേരത്തേനും പലർ വന്ന് ഇവിടെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പിള്ളേർ ബഹളം വെക്കുന്നു. ഇംഗ്ലീഷ് വിളിയിലെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒത്തിരി വിഷമം, അന്നേരമൊക്കെ പെട്ടെന്ന് സങ്കടം വന്നിട്ടുണ്ട്. പക്ഷേ കുർബാന കഴിയുമ്പോഴത്തേനും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ലേഡി വന്ന് പറഞ്ഞു, നിങ്ങൾ പിള്ളേരെയും കൊണ്ട് പള്ളി വരില്ലേ, അവർ കിടന്ന് ബഹളം വെക്കുന്നു, ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ നേരം അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറകിലേക്ക് ഇറങ്ങിപ്പോയി. അവർ ബഹളം നിർത്തിയപ്പോൾ കയറി വന്നു. അപ്പോഴത്തേനും അത് കുർബാന കഴിഞ്ഞപ്പോഴത്തേനും സ്ഥിരമായിട്ട് പള്ളി വരുന്ന കുറേ ഇംഗ്ലീഷ് അമ്മച്ചിമാരൊക്കെയാണ്. അവരൊക്കെ ഒന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുക. അവർ പറയുന്നൊന്നും കേൾക്കണ്ട. അതുപോലെ അച്ഛൻ വന്ന് പറഞ്ഞു, അവർ വല്ലപ്പോഴുമാണ് വരുന്നത്, അവരിങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ഇന്ന് ഈ പള്ളിക്ക്, ഈ നാടിന് ഈ സ്ഥിതിവിശേഷം ഇങ്ങനെയായതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ, അവർ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾക്ക് സപ്പോർട്ടാണ്, നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളി വരണം, അത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നൊക്കെ അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ നൈറ്റ് വിജിൽ ചെയ്യുമായിരുന്നു എല്ലാ ആഴ്ചയിലും. അപ്പോൾ ഇവർ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി ഉറക്കളച്ചിരുന്ന കണ്ണുകളൊക്കെ ടീച്ചർ ചോദിച്ചാൽ ഇവിടുത്തെ നിയമമൊക്കെ അനുസരിച്ച് ഇവരെയും കൊണ്ട് ഇങ്ങനെ ഉറക്കളപ്പിക്കാനൊന്നും പാടില്ല, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ദൈവം വരെ നോക്കും. പക്ഷേ ഞങ്ങൾ നൈറ്റ് വിജിൽ പോകുമ്പോഴത്തേനും 12 മണി വരെ പിള്ളേരിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടി 12 മണി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഈ ബെഡൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പള്ളിയിൽ അവരെ അവിടെ കൊണ്ട് കിടത്തും. എന്നിട്ട് ബാക്കി ഞങ്ങൾ വെളുക്കുന്നവരെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ആ സമയങ്ങളിൽ ഈ 12 മണി കഴിഞ്ഞിട്ട് കിടന്ന് പിന്നെ 4 മണിക്ക് അവർ എണീക്കും. 4 മണിക്ക് അന്ന് അച്ഛൻ വന്ന് സൂചിച്ചിലായിരുന്നു, 4 മണിക്ക് രാവിലെ വന്ന് കുർബാന ചെല്ലിത്തരും. അപ്പം കുർബാനയ്ക്ക് അവർ എണീക്ക് കുർബാനയ്ക്ക് കൂടും. അപ്പോൾ പക്ഷേ ഒരിക്കൽ പോലും അവർക്ക് ഈ നൈറ്റ് വിജിലിന് പോയതുകൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് പിന്നെ വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിടക്കാൻ സമയം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടൊന്നും അവർക്കൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. അപ്പം ദൈവമാണ് ഇതെല്ലാം പരിരക്ഷിക്കുന്നത്, ദൈവമാണ് നയിക്കുന്നത് എന്നുള്ള ഞങ്ങൾക്ക് ഉള്ള ബോധ്യം. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു, അവർക്കത് വിശ്വസിക്കാനും സാധിച്ചിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഞങ്ങൾ അവരെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. കുഞ്ഞിനെ ചാച്ച അമ്മയും സെഹിയോ മിനിസ്ട്രീസിനകത്തുണ്ട്. ചാച്ച ഫുൾ ടൈമറാണ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് തന്നെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്താണ് ഞങ്ങൾ വളർന്നു വന്നത്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ബിക്കോസ് ഞാൻ ഓർക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ സെഹിയോനെ മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഐ വുഡ് ഹവ് ബീൻ എ ഡിഫറെന്റ് പേഴ്സൺ. പക്ഷേ സെഹിയോനെ മീറ്റ് ചെയ്യാൻ പറ്റി, സെഹിയോനൊരു പാർട്ടാകാൻ പറ്റി. അങ്ങനെ കുഞ്ഞിനെ തൊട്ട് 11 വയസ്സ് തൊട്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയതാ. മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഓരോ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. കാരണം എനിക്ക് കിട്ടിയ വിശ്വാസം, എനിക്ക് കിട്ടിയ ദാറ്റ് ജോയ് ഇൻ ഈശോ, അതെനിക്ക് മറ്റ് യൂത്തിനും മറ്റ് ടീനേജേഴ്സിനും മറ്റ് കുഞ്ഞു പിള്ളേർക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആക്ഷൻ സോങ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞു ടെസ്റ്റിമണീസ് പറയുകയാണെങ്കിൽ, വചനം ഷെയർ ചെയ്യുകയാണെങ്കിൽ, എന്ത് ചെയ്യുകയാണെങ്കിലും
എനിക്ക് കിട്ടിയ ആ വിശ്വാസം, എനിക്ക് കിട്ടിയ ആ ദൈവസ്നേഹം, അത് എനിക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ടൊരു വലിയൊരു ചാൻസ് ആയിരുന്നു. പിന്നെ സെഹിയോനിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്കും എൻ്റെ ഫെയ്ത്തിന് ഭയങ്കര ഒരു വളർച്ചയ്ക്ക് ഒരു കാരണമായിരുന്നു. കൂടുതൽ ഈശോയുടെ അടുക്കാൻ പറ്റി, കൂടുതൽ ആരാധനയെ സ്നേഹിക്കാൻ പറ്റി, കൂടുതൽ കുർബാനയെ സ്നേഹിക്കാൻ പറ്റി, കൂടുതൽ ഈശോ ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഈശോ ഈസ് എ പേഴ്സൺ ഹു ലവ്സ് മീ ആൻഡ് ഈശോ ഞങ്ങൾ അടുത്തുണ്ട്. അങ്ങനെ ഈശോനെ ഇൻ പേഴ്സണായിട്ട് സ്നേഹിക്കാൻ പറ്റി. അങ്ങനെ ശുശ്രൂഷ ജീവിതത്തിൽ കുറെ അങ്ങനെ ഈശോയായിട്ട് ഇങ്ങനെ വളരാനായിട്ട് പറ്റട്ടെ. എനിക്ക് മാത്രം, എൻ്റെ സിബ്ലിങ്സ്, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാനും എൻ്റെ അനിയത്തിയൊക്കെ കുറെ ശുശ്രൂഷ ബൈ ഗോഡ്സ് ഗ്രേസ് സഹായിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അനിയന്മാരിപ്പോൾ ഒരു വലിയ അവരും തുടങ്ങി. അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമായി. അതുപോലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കലും മുടക്കത്തില്ല. അപ്പോൾ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, എല്ലാ ദിവസവും എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം ഞങ്ങൾ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നാലും ചാച്ച ഫുൾ ടൈമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അത് മടുത്ത് എത്ര ലേറ്റ് ആയാലും 10 മണി ആയാലും 11 മണി ആയാലും ഞങ്ങൾ വീട്ടിൽ കുരിശ് വരച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. അത് ചെറിയ കുരിശ് വരെയല്ല, തന്നെ 1 മണിക്കൂർ എടുത്ത് എല്ലാം നന്ദി പറഞ്ഞ് പിള്ളേരെ കൊണ്ട് എല്ലാം നന്ദി പറയിപ്പിക്കും. ഈശോ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ആ ദിവസം നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയും. അത് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ശുശ്രൂഷകൾക്ക് പോയിട്ട് വരുമ്പോൾ അപ്പോൾ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് ഉള്ളിൽ കിട്ടിയ ഒരു ബോധ്യമായിരുന്നു. കാരണം ഇവരോട് പറയണമല്ലോ കാര്യം എന്താണെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കിട്ടിയ ഒരു ബോധ്യമാണ്, നമ്മുടെ കുടുംബത്തിൽ ഈശോ നമ്മൾ ഇരിക്കുമ്പോൾ പർദീസായിൽ ആദത്തിന് പോവുകയും എന്നും ഈശോ പിതാവായ ദൈവം വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണാതെ വന്നപ്പോഴത്തേനും അവർ പോയി ഒളിച്ചിരുന്നല്ലോ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പം പിതാവ് ദൈവം വെച്ചാൽ ആദം ഔവ്വ നീ എവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, അതുപോലെ ഈശോ വന്നേച്ച് ഇന്ന് നമ്മുടെ വീട്ടിൽ ഈശോ വരും. സ്ഥിരം നമ്മൾ കുരിശടിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഇരിക്കാറുള്ള ഈശോ നമ്മുടെ അടുത്ത് വന്നേച്ച് നോക്കും, ഷാജി അല്ലെങ്കിൽ ഷാർലറ്റ് നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരും എന്ന്. അങ്ങനെ ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടുക. അപ്പോൾ അത് പറഞ്ഞതിൽ പിന്നെ കുട്ടികൾ എത്ര വൈകിയാലും അവർ കുരിശ് വരയ്ക്കാതിരിക്കുന്നതിനൊരു മടിയോ പ്രാർത്ഥിക്കുന്നതിനൊരു ബുദ്ധിമുട്ടോ അവർ കാണിച്ചിട്ടില്ല. അതുപോലെ കുർബാനയ്ക്ക് പോകാനോ നൈറ്റ് വിജിൽ ചാച്ച പറഞ്ഞതുപോലെ ഞങ്ങൾ നൈറ്റ് വിജിലിന് പോകും, പ്രാർത്ഥിക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ അത് ബാധിക്കുകയില്ലേ? അതുപോലെ മിക്കവാറും ശനി ഞായർ അതാണ് ആ ഒരു ദിവസമാണല്ലോ ഫ്രീ ടൈം. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ശുശ്രൂഷയായിരിക്കും. ഒന്നെങ്കിൽ ഞങ്ങൾ സെഹ്യോൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്ന സെഹ്യോൻ്റെ ശുശ്രൂഷ കാണും. അത് കഴിഞ്ഞ് സൺഡേയിൽ കാറ്റക്കിസമായി പാരീഷിൽ ഞങ്ങൾ ഒരേ സമയം നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആനിമേറ്ററാണ്, കുട്ടികൾ അതിൻ്റെ ഡയറക്ടേഴ്സാണ്. ഞാനും കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട്. മൂത്ത 2 കുട്ടികൾ അവരുടെ +2 കഴിഞ്ഞിട്ട് ഇയർ 12 കഴിഞ്ഞപ്പോൾ തൊട്ട് അവരും കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇത് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് എവിടെയാണ് പഠിക്കാൻ സമയം കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ മൂത്ത 2 കുട്ടികൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ്. അവർ 2 പേരും GCSEക്കും A-ലെവലിനും നല്ല മാർക്കോട് കൂടി പാസ്സായി. അവർക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള മെയിൻ യൂണിവേഴ്സിറ്റി തന്നെ അഡ്മിഷൻ ദൈവം തന്നു. അങ്ങനെ ഒന്നിനും കുറവ് വരാതെ ദൈവം നോക്കുന്നു. അതായത് റോമ 9:16 വചനം പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും നിദാനം. കർത്താവിൻ്റെ കരുണയാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കുന്നു. കുഞ്ഞുങ്ങളോടാണേലും ഞങ്ങൾ പറയും ഈശോയോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഉണ്ട് ഈശോ നമുക്കെല്ലാം തരും. ദൈവമാണ് നമുക്കെല്ലാം തരും, നമ്മുടെ കഴിവല്ല. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാ ഞായറാഴ്ച ഞങ്ങൾക്കൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട് വീട്ടിൽ. ഞങ്ങൾ പിള്ളേരെല്ലാവരും ഒരുമിച്ചിരുന്ന് ചെണ്ട കൊട്ടുന്നു, അല്ലെങ്കിൽ ഗിറ്റാർ കളിക്കുന്നു. എന്നിട്ട് ഈശോ ഇങ്ങനെ എൻ്റെ അനിയത്തി പാട്ട് ലീഡ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യും. നോർമൽ ഡേയ്സിൽ വി ജസ്റ്റ് കൊന്തേലി പ്രാർത്ഥിക്കും, പിന്നെ ബൈബിൾ വായിക്കും. അങ്ങനെ കുടുംബ പ്രാർത്ഥന ഓൾവേസ് കീപ്സ് us together. ആൻഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കുടുംബ പ്രാർത്ഥന എപ്പോഴും വൈകുന്നേരം എപ്പോഴാണ് സമയം കിട്ടുന്നത് ഇങ്ങനെ മുടക്കാതെ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വിശ്വാസം എല്ലാം കിട്ടിയത് അവസ്ഥ ഞങ്ങളെ വീട്ടിൽ നിന്ന്, പേരൻസിൽ നിന്ന്, അമ്മയുടെ അപ്പനും കൊടുത്തുനിന്ന്, പിന്നെ ഞങ്ങളെല്ലാവരും സിബ്ലിങ്സ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും കുരിശുവര ഉണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലൊരു മസ്റ്റാണ്. എത്ര ലേറ്റ് ആണെങ്കിലും പാതിരാത്രി ആണെങ്കിലും അമ്മ ഞങ്ങളോട് കുരിശ് വരപ്പിച്ചിട്ടുള്ളൂ. അത് ഉറക്കം വന്നിരുന്ന് എടുത്താലും സമ്മതിക്കുന്നില്ല, കുരിശ് വരച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ എടുത്തുള്ളൂ. അപ്പം അതെപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ സ്പെഷ്യലായിട്ട് പ്രൈസ് വർഷിപ്പ് ചെയ്യും. ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഓർത്ത് നന്ദി പറഞ്ഞ് അടുത്ത ആഴ്ച എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ എല്ലാം ഞങ്ങൾ പേഴ്സണൽ നിയോഗങ്ങളും ഒക്കെ അടുത്ത ആഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങനെ എല്ലാ ഞായറാഴ്ച അങ്ങനെ സ്പെഷ്യലായിട്ട് കൂടുതൽ സമയമുണ്ട്.
പിന്നെ അതല്ലാതെ ഞങ്ങളെ പാരിഷിൽ, ഞങ്ങളെ സോട്ട്ലി പാരിഷിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ മലപ്പുറം മലബാർ പള്ളി. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ വികാരി അച്ഛൻ ചരണച്ചനാണ്. അച്ഛന് ഞങ്ങളെ കുറേ എൻകറേജ് ചെയ്യാറുണ്ട് കൂടുതൽ യൂത്തും പിള്ളേരിനെ ഇങ്ങനെ ആക്റ്റീവായിട്ട് എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ എല്ലാ തേർഡ് സാറ്റർഡേ യൂത്തിൻ്റെ പ്രോഗ്രാമുണ്ട്, യൂത്തിൻ്റെ ഗാദറിങ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കൊന്തയും കുർബാനയും കൂടി, പിന്നെ ഞങ്ങൾ അത് കഴിയുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ ബസ്സിൽ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂത്തിന് ഭയങ്കര ആക്റ്റീവായിട്ട് എടുക്കാൻ ഞങ്ങൾ നോക്കുന്നു. പിന്നെ ഞങ്ങൾ ക്വയർ ടീമിലുണ്ട്, പിള്ളേരിനെ പഠിപ്പിക്കുന്നുണ്ട്. ക്വയറിൽ ഇംഗ്ലീഷ് ക്വയറും മലയാളം ക്വയറിലും. പിന്നെ കാറ്റഗിസം ടീച്ചറാണ് ഞാൻ. ഈ ഇടയ്ക്ക് ഒഫീഷ്യലി ജോയിൻ ചെയ്തു, 1 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ചേച്ചിയും ഉണ്ട്, അമ്മയും ഉണ്ട്, കൊടുത്ത് ഞങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ട് കാറ്റഗിസിനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിള്ളേരിനെ പഠിപ്പിക്കാൻ ഉണ്ട്. മക്കളെ വളർത്തുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത്രയും മക്കളെ, ആറ് മക്കൾ ദൈവകൃപയാൽ ഞങ്ങൾക്കുണ്ട്. 2 കുഞ്ഞുങ്ങൾ സ്വർഗത്തിലും ഉണ്ട്, അങ്ങനെ 8 പേരുണ്ട്. അപ്പം മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടല്ലേ, ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന്. ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലോ. എല്ലാം ദൈവം ഞങ്ങളെ നയിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ദൈവം ഞങ്ങളെ കരുതുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ. കാരണം ഇംഗ്ലണ്ടിൽ എല്ലാവരും പറയും അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ വളർത്തുമ്പം തെറ്റിപ്പോകാൻ വഴിയുണ്ട്. സത്യമാണ്. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, മക്കൾ ദൈവത്തിൻ്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനമെന്ന്. അപ്പം ദാനമായിട്ട് കിട്ടിയ മക്കള്, സമ്മാനമായിട്ട് കിട്ടിയ മക്കള്. അപ്പം നമുക്ക് അവരെ വളർത്താനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പോൾ അവരെ വളർത്തുമ്പോൾ ദൈവമാണ് അവരെ വളർത്തുന്നത്, പരിശുദ്ധാത്മാവാണ് അവരെ നയിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാനും ചാച്ചയും കൂടെ ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾ രാവിലെ ഒരു ജപമാല ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കും. കൃപയിൽ നിലനിൽക്കാൻ, ശുശ്രൂഷയിൽ ആത്മാവിനാൽ ജ്ഞാനത്തിൽ നയിക്കപ്പെടുവാനായിട്ട്. പിന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, അവർ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ, ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ, ലോകത്തിൻ്റെ മോഹങ്ങളിലും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിലും ഒന്നും പെട്ടുപോകാതിരിക്കാൻ. മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കൃപ കിട്ടാൻ പ്രാർത്ഥിക്കും, അവരെ വളർത്താൻ, അവർ കൃപയിലായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് ദൈവം വലിയ കരുണയോടെ ചെയ്യും. അതുപോലെ മാതാവിനോട് ഞാൻ പറയും, ഉണ്ണീശോടും ഒക്കെ കൂടുതൽ പോണേന്ന് പറയും. കാരണം സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, അവരാരൊക്കെയായിട്ടാണ് ബന്ധപ്പെടുന്നത് നമുക്കറിയില്ല. അപ്പം അത് ദൈവവും മാതാവും പരിശുദ്ധാത്മാവും എല്ലാം വളരെ മനോഹരമായിട്ട് അത് ചെയ്യുന്നു. കുഞ്ഞിനെ ഫെയ്ത്ത് നമ്മൾ കാണിക്കാൻ ഇറ്റ്സ് എ ബിറ്റ് മോർ ഈസിയാണ്. നമ്മളത് കുഞ്ഞിനെ obviously ആരും പിള്ളേർ അങ്ങോട്ടും കൂടെ ആരും എന്താ ചെയ്യുന്നത് നോക്കുന്നില്ല, അവരെന്താ ചിന്തിക്കാൻ നോക്കുന്നില്ല. വി ജസ്റ്റ് നമ്മൾ സ്വന്തം ലോകത്തിൽ ഇങ്ങനെ നടന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. പക്ഷെ ഇച്ചിരി വലുതാവുമ്പം ഇപ്പോൾ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഇവിടുത്തെ 7ാം ക്ലാസ് തൊട്ട് പോകുമ്പം ഇറ്റ് വാസ് എ ബിറ്റ് മോർ ഡിഫിക്കൾട്ട്. നമ്മളുടെ ഫെയ്ത്ത് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ട്രൂ റിലീജിയൻ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇംഗ്ലീഷ് പള്ളിയിൽ ഞങ്ങൾ നല്ല ആക്റ്റീവാണ്. ഇപ്പം ഞങ്ങൾ ഓൾട്ടർ സെർവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സ്കൂൾ മാസമൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുമായിരുന്നു ഓൾട്ടർ സെർവ് ചെയ്യാൻ. അപ്പം അങ്ങനെ അവർക്കറിയാം ഞങ്ങൾ പള്ളിയിൽ നല്ല ബന്ധമുണ്ട്, അടുത്താണ്, ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒക്കെയാണ്. അപ്പം അങ്ങനെയുണ്ട്. പക്ഷെ സ്റ്റിൽ അത് കുഴപ്പമില്ല. നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ആ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം അവർ പറയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ, നമുക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും, പള്ളി ബോറിംഗ് അല്ലേ, ചോദിക്കും. അപ്പം ഞങ്ങൾ പറയേ അത് അവർക്കത് കിട്ടിയിട്ടില്ല, കുർബാനയുടെ ആ മീനിങ്ങും ആ അർത്ഥം അവർക്കത് കിട്ടാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമ്മളുടെ ഡ്യൂട്ടി അവരോട് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ, അത് എന്താണെന്ന് നമ്മൾക്ക് എന്തിനാ കുർബാന കൂടുന്നതെന്നൊക്കെ. യൂണിവേഴ്സിറ്റിയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ റിലീജിയസ് ആണ്, പള്ളിയിൽ പോകുന്നതാണ്. പിന്നെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി സമയത്ത് ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ പള്ളിയിൽ പോകും. അപ്പോൾ എൻ്റെ കുർബാന കൂടാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും ഇതെന്താ കുർബാന, എന്താ ഇമ്പോർട്ടൻസ്. ഒരു മുസ്ലിം ഫ്രണ്ടിനോട് ചോദിച്ചു എന്താന്ന്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ട് ഈശ്വരെ കുറിച്ച് വിറ്റ്നസ്സസ് ആവാൻ. സ്കൂളിന് തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പോൾ പള്ളി ക്രോസ് ചെയ്യാതെ സ്കൂളിലോട്ട് പോകാൻ പറ്റത്തില്ല. പള്ളി എപ്പോഴും ഓപ്പൺ ആണ് രാവിലെ 8 മണി തൊട്ട്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പള്ളി കയറി തിരി കത്തിച്ചിട്ട് പള്ളി പോവും. അത് ആദ്യം തുടങ്ങാൻ പറ്റി ദൈവകൃപ. പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അനിയത്തി ചെയ്തു. അനിയത്തി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അനിയന്മാർ അവരും സ്കൂളിൽ പോകുന്ന മുമ്പ് പള്ളി കയറി പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പള്ളിയിലാണെങ്കിൽ ഞങ്ങൾക്ക് തന്ന വിശ്വാസം ഞങ്ങൾക്ക് ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈശോ അനുവദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞപ്പോൾ ഈശോ ഒരു കൃപ വന്നു, പറ്റുന്ന അത്രയും ദിവസങ്ങളിലേക്ക് കുർബാന കൂടാൻ പോകാൻ. അങ്ങനെ ഞാൻ തുടങ്ങി. പിന്നെ എൻ്റെ അനിയത്തി, ഞങ്ങളുടെ അനിയന്മാർ, ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് എത്രയൊക്കെ ദിവസങ്ങൾ പറ്റുന്ന മാക്സിമം അത്രയും ദിവസങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ നോക്കും. പിന്നെ ഞങ്ങൾ 6 കുഞ്ഞുങ്ങളും
ആദ്യ കുർബാന സ്വീകരിച്ചായിട്ട് ഞങ്ങൾ അൽത്താരെ സെർവ് ചെയ്യും, ശുശ്രൂഷ ചെയ്യും, ഉടുപ്പൊക്കെ ഇട്ട്. അങ്ങനെ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസ് എല്ലാം ഒരു കുടുംബമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പള്ളി ക്വയറാണെങ്കിൽ ക്വയറിനകത്തുണ്ട്, പള്ളി ഡ്രാമ ചെയ്യും, ഡ്രാമയ്ക്ക് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നല്ല രസം ഒരു കുടുംബമായിട്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ കുറേ പേരുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്കിറ്റൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും സ്കിറ്റിനുള്ളൊരു നമ്പർ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ സ്കിറ്റ് ചെയ്യുന്നു, പള്ളിയിൽ ആക്ടിവിറ്റീസ് ലീഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഈശോയ്ക്കും ശരിക്കും നന്ദി പറഞ്ഞൊരു വലിയൊരു കുടുംബത്തിലാകാൻ പറ്റുന്നത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബോറിങ്, ഇറ്റ്സ് ഭയങ്കര ഫണ്ണാണ്. സംടൈംസ് ടൈം ചിലപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ഓടി തീർക്കുമായിരിക്കും, ഓരോ കാര്യം ചെയ്തു തീർക്കാനായിരിക്കും. പക്ഷെ അതിൻ്റെ ഇൻ ദ മിഡ്സ് ഓഫ് ദാറ്റ് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സന്തോഷം, ഒരു ആനന്ദം, ഒരു രസമുണ്ട്. വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ ഒരിക്കലും ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ പല വീട്ടിൽ നമ്മൾ പ്രേയറിനൊക്കെ പോകുമ്പോഴത്തേനും അവർക്ക് പരീക്ഷയാണെന്നും പറഞ്ഞ് പിള്ളേർ മുകളിലിരുന്ന് പഠിക്കും, താഴേക്ക് കൊണ്ടുവരത്തില്ല. അപ്പം നമ്മുടെ പിള്ളേർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശുശ്രൂഷയ്ക്ക് അപ്പം മൊത്തമോടെ GCC പരീക്ഷയുടെ ഇടയ്ക്കും തലേ ദിവസം വരെ പോയി അവിടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഞങ്ങളെ പറഞ്ഞു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവമാണെല്ലാം നോക്കുന്നത്, പഠിപ്പിക്കുന്നത്, മാർക്ക് തരുന്നത് എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ പോലും പരീക്ഷയുടെ സമയങ്ങളിലോ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷകളൊന്നും വിടാതിരുന്നിട്ടില്ല. ദൈവം ഒന്നാം സ്ഥാനം. അപ്പം പഠിച്ചില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം, നിത്യജീവൻ കിട്ടണം, അതാണ് ആ ഒരു ലക്ഷ്യം. അപ്പം ഈ നിത്യജീവനെ കിട്ടിയിട്ടുള്ള ബോധ്യങ്ങൾ കിട്ടിയപ്പോഴത്തേനാണ് നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഈ നിസ്സാരതയെല്ലാം ദൈവം മനസ്സിലാക്കി തന്നപ്പോഴത്തേന് അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീവ്രമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം. ബാക്കി എന്തു വന്നാലും വേറൊന്നിനുമില്ല. അപ്പം ബാക്കിയെല്ലാം ആദ്യം ആദ്യത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അവിടുന്ന് തരും. അപ്പം ദൈവം കണ്ടോ, അപ്പം ദൈവം അവർക്കെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പം ഞങ്ങൾ ഞായറാഴ്ചകളിൽ അവർ പുസ്തകം പോലും തുറന്നു നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളൊന്നും അവർ പഠിക്കുകയോ പുസ്തകം തുറക്കുകയോ ഒന്നുമില്ല. അപ്പം ബൈബിൾ വായിക്കുക, അങ്ങനെ കാര്യങ്ങൾ മാത്രം. അതിലാണ് ഇപ്പോഴും ഈ വളർന്ന് ഇത്രയും വലുതായപ്പോഴത്തേനും അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പം വചനമില്ല, ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴിയെ പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അത് കൈവടിക്കുകയില്ല എന്ന് ആ ഒരു വചനത്തിൻ്റെ ഇതിലാണ്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ നിർബന്ധമായിട്ട് പറയണത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. ആദ്യം എണീറ്റ് വന്ന് റെഡിയായി വരുന്ന വഴിയെ ഞങ്ങൾക്കൊരു കുഞ്ഞ് പ്രെയർ റൂമുണ്ട്. അപ്പോൾ പ്രെയർ റൂമിൽ കയറിയിരുന്ന ഒരു ചാപ്റ്റർ ബൈബിള് വായിക്കും. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഇത്. ആ ബൈബിള് വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നാണ് ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുക. അങ്ങനെ ഒരു ദൈവം ഞങ്ങളെ നടത്തിയത് വളരെ അത്ഭുതകരമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കാരണം നമ്മളെ സാക്ഷികളാക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്നും കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യാനാണെന്നും ഞങ്ങൾക്ക് വലിയ വെളിപ്പെടുത്തൽ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് അത് ആയിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. സ്വയം പഠിച്ചൊരു കാര്യം ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പാരൻസ് ബ്ലെസ്സിങ്. പാരൻസിനായി അനുഗ്രഹം മേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന. സ്കൂളിൽ പോയിരുന്ന സമയത്ത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്കൂളിൽ പോയിരുന്ന സമയത്ത് എപ്പോഴും ബ്ലെസ്സിങ് മേടിച്ചിട്ട് സ്കൂളിൽ പോകത്തുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്ന മുമ്പ് എന്ത് ചെയ്യാൻ പോകും ഞങ്ങളെല്ലാവരും പേരൻസിന് ബ്ലെസ്സിങ് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നാൽ എല്ലാ കാര്യത്തിലും എല്ലാവരുടെ ഇടവകയിലും ശുശ്രൂഷയിലും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവിടെയും ഈശോയ്ക്ക് ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ കൂടുതലായപ്പോൾ ഇടയ്ക്ക് ഫുൾ ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പാർട്ട് ടൈം ആക്കേണ്ടി വന്നു. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സമയം കുറഞ്ഞു പോകുന്നു. അവരെ കേൾക്കാൻ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അവർ ടീനേജൊക്കെ ആയ ഒരു പ്രായത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം അവരെ കേൾക്കാനായിട്ട് അതെനിക്കൊരു വലിയ ബോധ്യം കിട്ടിയത് ആ നല്ലിടയൻ്റെ ഉപമ ബൈബിളിൽ പറയുന്നതിനകത്താണ്. അതായത് ഇടയൻ്റെ സ്വരം കേൾക്കുന്ന ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. അപ്പോൾ ഇടയൻ്റെ സ്വരം കേൾക്കാത്തവർ മറ്റുള്ളവരുടെ സ്വരം കേട്ട് അവരുടെ പിന്നാലെ പോകുന്നു എന്നൊരു വലിയൊരു ബോധ്യം ഒരിക്കലും ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ലഭിക്കാനിടയായി. അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഇപ്പം എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്കത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത് എൻ്റെ കുട്ടികളും അങ്ങനെയാണല്ലോ. അപ്പോൾ കേൾക്കാൻ ഞാനില്ല, പറഞ്ഞു കൊടുക്കാൻ ഞാനില്ലെങ്കിൽ അവർ കൂട്ടുകാർ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേട്ട് വേറെ രീതിയിൽ പോകാനായിട്ട് സാധ്യതയുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പൈസയുടെ ബുദ്ധിമുട്ടുകൾ വരും. കാരണം പെട്ടെന്ന് ശമ്പളം പകുതിയായിട്ട് കുറയുക എന്ന് പറയുമ്പം നല്ലൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നു. പിന്നെ ദൈവമാണല്ലോ പരിപാലന. അപ്പോൾ ഞാൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ള വചനഭാഗം ഞാൻ എന്നും വായിക്കും.
കാരണം എനിക്ക് എന്നെ തന്നെ ധൈര്യപ്പെടുത്താനും എൻ്റെ വിശ്വാസത്തെ ഉറയ്ക്കാനായിട്ട്. എന്നിട്ട് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ആക്കിയപ്പോൾ അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു, എനിക്ക് കുട്ടികൾ കൃപയിൽ വളരുന്നത് വേണോ അതോ നിനക്ക് ജോലിയിലും അത് നീ ആഗ്രഹിക്കുന്ന ജീവിത സൗകര്യങ്ങളും വേണമെന്ന്. അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് പറയണ്ടായി, എനിക്ക് കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളർന്ന് നിത്യജീവനെ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ ഒന്നിച്ച് കാണാൻ ഈശോയെ ഇടയായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദൈനംദിന ജീവിത സാഹചര്യത്തിൽ അല്പം ഞെരുങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത് അതിനെല്ലാം അപ്പുറമാണ്. കാരണം ഈ വചനം പറയുന്നില്ല, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിലുണ്ടായതിലേറെ ആനന്ദം ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞ ആ വലിയ ഒരു സ്വർഗീയ ആനന്ദം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ കാരണന്മാർ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമായി ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ, ഒന്നിച്ച് പങ്കുവയ്ക്കാൻ. ഒരു ആഘോഷമാണ് വീട്ടിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിക്കുന്നു, എല്ലാവരും കൂടെ പങ്കുവയ്ക്കുന്നു, അവരുടെ സ്കൂളിലെ അനുഭവങ്ങൾ പറയണു. അപ്പോൾ നമുക്ക് അതിലെന്താണ് അവർ വീണ്ടും ചെയ്യേണ്ടത്. അപ്പോൾ സ്കൂളിൽ പ്രഷറൊക്കെ വരുമ്പോൾ സെക്കൻഡറി സ്കൂളിലൊക്കെ ചെന്നിട്ട് പിള്ളേർ കളിയാക്കുന്നു അവരെ. അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഈവൻ അവർ കൊന്തയിട്ടുകൊണ്ട് നടക്കുന്നതിനൊക്കെ അവരെ കളിയാക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് കളിയാക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രസംഗം മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും വാട്ടർ സെർവ്, എല്ലാവരും കുർബാനയ്ക്ക് പോകുന്നു. അപ്പോൾ ഇവരെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരു കാത്തലിക്സ് ഫെയ്ത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ അറിയുമ്പോൾ അത് അത്രയും കൂളല്ലായിരുന്നു. കുർബാനയുടെ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരിക്കും, പിള്ളേരല്ലേ ഇങ്ങനെ കുർബാനയൊക്കെ കൂടുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ബൈ ഗോഡ് സേസ് കൈകൂപ്പി കണ്ണടച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ടെന്ന് അറിയാം, നമ്മൾ ഒരാൾ മാത്രം ഇങ്ങനെ സ്പെഷ്യലായിട്ട് കുർബാന കൂടുന്നു. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കളിയാക്കും, ഇങ്ങനെ ക്രിസ്ത്യൻ ജീസസ് ഗേൾ അങ്ങനെയൊക്കെ പേരൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ട്. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ എന്ത് ചിന്തിക്കുകയോ എന്ത് വിചാരിക്കുകയോ അവർ പിന്നെ പേരൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ ബാരിയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടത് ഈശോയുടെ കൃപ ചെയ്യാനായിട്ട് പറ്റി. ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ദോസ് ഹു സ്റ്റാൻഡ് ഫോർ മീ നൗ, പിന്നെ ഇൻ ഹെവൻ ഈശോ വിൽ സ്റ്റാൻഡ് ഫോർ യു അമംഗ്സ് ഹിസ് ഏഞ്ചൽസ്. അപ്പോൾ ആ ഒരു വേർഡ് ഓഫ് ഗോഡ് കെപ്റ്റ് മീ ഗോയിങ്. അപ്പോൾ ലേറ്റർ പിന്നെ ഞാൻ +1 +2 കയറിയപ്പോഴത്തേക്കും എനിക്ക് സ്റ്റിൽ ഐ വാസ് നോൺ. ഇങ്ങനെ ഈ കൊച്ച് ഇങ്ങനെയാ, ഈ കൊച്ച് ഇങ്ങനത്തെ ഒരു കൊച്ചാണ്, ഒരു റിലീജിയസ് കൊച്ചാണ്, ഈശോയുടെ ഒരു കൊച്ചാണ്, ഇങ്ങനെ മറ്റേതിനൊന്നും പോകത്തില്ല. ആ ഒരു ടൈറ്റിൽ ഇട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് കുറെ പാപത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് പറ്റി. എക്സാം ഹോളിൽ എപ്പോഴും ഞങ്ങൾ എക്സാം എഴുതുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഓൾറെഡി ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ വലിയ വിശുദ്ധന്മാർ പോലെ ഞങ്ങളിങ്ങനെ ഭയങ്കര വലിയ ആൾക്കാരാകുന്ന പോലെ അല്ല, പക്ഷെ അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് എല്ലാവർക്കും കാണാം ഇങ്ങനെ റോ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പിതാവിൻ്റെ പുത്രന് തന്നെ ചെയ്യാൻ തന്നെ എനിക്ക് ചില സമയത്ത് ഒരു നാണം പോലെ മടി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിൽ ചെയ്യും, ബിക്കോസ് ചെയ്തില്ലെങ്കിൽ എന്നെ മാർക്ക് പോയെങ്കിലും ഓർത്ത് പേടിച്ചിട്ട്. പക്ഷെ ചെയ്യുന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ആ സമയത്ത്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനാ മാനിക്കുന്നത്, നമ്മൾ who we are. ആൻഡ് ഇത് നമ്മളുടെ റോള്, നമ്മൾ ക്രിസ്ത്യാനിറ്റി ഷോ അതേഴ്സ്. നമ്മൾ അങ്ങനെ കുഞ്ഞു കാര്യത്തിനൊക്കെയാണ് നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളാവുന്നത്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് കാണിക്കുക, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. നമ്മൾ ചുമ്മാ ചെറിയ ആക്ഷനോടെ നമുക്ക് കാണിക്കാൻ. ഇപ്പം എൻ്റെ ഡ്യൂട്ടിയിൽ തന്നെയാണെങ്കിലും എനിക്കുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടത്തിലെല്ലാം ഇംഗ്ലീഷ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും കണ്ടിട്ട് ഇത് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അവിടുന്ന് മാറിയിട്ട് പറയും, ഷാൻറ്റി ഇത് നിനക്ക് കാണാൻ പറ്റിയതല്ല, നീ റിലീജിയസ്, നിനക്ക് കാണാൻ പറ്റിയതല്ല, ഞങ്ങൾ സംസാരിക്കുന്നത് സോറി കേട്ടോ എന്ന് പറഞ്ഞ് അവർ മാറിപ്പോവും. ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ബ്രേക്കിന് ഇരിക്കുമ്പോഴാണെങ്കിലും അവരങ്ങനെ. അപ്പോൾ അവരത് തന്നെ ഞാൻ അങ്ങനെയാണെന്ന് അവർക്കറിയാം, അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരതുകൊണ്ട് നല്ല ഇത്. അപ്പോൾ എന്തെങ്കിലും എല്ലാ ദിവസവും ചോദിക്കും, നീ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണോ വന്നേ എന്ന് ചോദിക്കുക. എന്തെങ്കിലും ഒരു അസ്വസ്ഥത അവരുടെ ഡ്യൂട്ടിയിലുണ്ടായാൽ അത്രയേറെ അവരെ അത് മാനിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് ഇതിനേക്കാളേറെ എൻ്റെ ജീവിതം കൊണ്ട് അവർ പ്രാർത്ഥിക്കാറില്ല, പള്ളിയിൽ പോകുന്നവരല്ല, അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമുക്ക് ദൈവകൃപയാൽ അതിനെല്ലാം സാധിച്ചിരിക്കുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ അവരുടെ ഇതിൽ വരുമ്പം പറയും, ഷാൻറ്റി പ്രാർത്ഥിക്കണം കേട്ടോ എന്നെൻ്റെ അടുത്തൊന്ന് പറയും. എനിക്കതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്, എൻ്റെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളത്. പിള്ളേരിപ്പം ഈ ടീനേജിലെ ആ പ്രായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പേരൻസുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് പല കുടുംബങ്ങളിലും. അവരുമായിട്ട് ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക,
അങ്ങനെ ഒരു രീതി. പക്ഷേ പലർക്കും എന്താണെന്ന് അറിയത്തില്ല, ഒരു പേടി പോലെ പിള്ളേരോട് ഓരോ കാര്യങ്ങൾ പറയാനും. പക്ഷെ അത് മാറ്റണം. അവർ വളർന്നു വരുമ്പോഴും അവരുടെ ഫ്രണ്ട്സിനെ പോലെ നമ്മൾ അവരോട് സംസാരിക്കുകയും, ഇപ്പം ആൻറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വേറെ കൂട്ടുകാരെ തേടിപ്പോവും. നമ്മൾ ആ ഒരു അവരുമായിട്ടുള്ള ആ മിംഗ്ലിങ്, ആ ഇൻ്റർമിംഗ്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുടുംബജീവിതത്തിൽ. അപ്പം നമ്മൾ അവരോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും, ആ ഭക്ഷണത്തിൻ്റെ ഞങ്ങൾ പ്രാർത്ഥനയുടെ മുമ്പ് കുറച്ച് സമയം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, കുറേ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം അവർക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഒരു 13-14 വയസ്സാകുമ്പോഴത്തേനും ഒരു മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആദ്യം വരും, പഴയ സംസാരം കുറഞ്ഞ്. അപ്പം പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആ ഒരു രീതി കൊണ്ടുവന്നപ്പോഴത്തേനും ഇപ്പം അങ്ങനെ പിന്നെ അവരും ഫ്രീ. ഇപ്പം എല്ലാ കാര്യങ്ങളും പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പണ്ട് കുഞ്ഞിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടി വി എപ്പോഴും ഞങ്ങൾ വചനം എപ്പോഴും വെക്കുമായിരുന്നു. വചനം വേറെ ഒന്നും പിന്നെ 24 hours വെക്കും. രാത്രിയിൽ കിടക്കുമ്പോഴെല്ലാം ഈ വചനം ഓണാക്കിയിടും. അപ്പം അന്ന് ഇവിടെ ആദ്യം വന്ന കാലഘട്ടങ്ങളിൽ ആദ്യമേ ശാലമുണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാളത്തെ കിട്ടാതായി, പിന്നെ ഡിവൈൻ ആയിരുന്നു അന്ന്, ഫുൾ ടൈം ഡിവൈൻ. അപ്പം മൂത്ത മോൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഏതോ ഒരു വീട്ടിൽ പോയപ്പോഴത്തേനും അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം അവൾ ഞങ്ങളോട് ചോദിക്കും, അമ്മേ അവിടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ള ധ്യാനത്തിന് അവരെ കൊണ്ട് വിട്ടാൽ പോരെ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന്. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് ശ്രദ്ധിക്കുന്നതാണ് ഞങ്ങൾ ഒരിക്കലും കാണുന്നില്ലായിരുന്നു. പക്ഷേ അവർ കളിക്കുവാണെങ്കിലും ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഓണാക്കി ഇടുന്നതിലും കൂടെയൊക്കെ ഒത്തിരി ടി വി ഓണാക്കി ഇടുന്നതിലൊക്കെ ഒത്തിരി വിശ്വാസം അവർക്ക് ജീവിതത്തിലേക്ക് ലഭിക്കാൻ അതും ഇടയാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ അല്ലേ. ഞങ്ങൾ തന്നെ ജീവിതത്തിൽ ആദ്യമേ തന്നെ ഇങ്ങനെ ഈ സിനിമ കാണൽ അല്ലെങ്കിൽ അല്ലാതെ കാര്യങ്ങൾ കാണുക എന്നുള്ളത് ഞങ്ങളങ്ങ് നിർത്തി. അപ്പോൾ പിള്ളേരോട് പിന്നെ ഈ കാർട്ടൂൺ കാണുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് അപ്പം ഞങ്ങൾ കാണുന്നുമില്ല, ഞങ്ങളിത് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അവരും അപ്പം അപ്പം ചാച്ചയും അമ്മയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പോകാനും പ്രാർത്ഥിക്കാനും ദൈവികമായിട്ട് ജീവിക്കാനും അത്യാവശ്യം ആ സമയത്ത് കളിച്ചോ, ഇത് കണ്ട് വെറുതെ ഇരുന്ന് ഇത് ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ എന്ന് പറയും. അതുപോലെ പിന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത് കണ്ടു. അപ്പം പിന്നെ ഇടയ്ക്ക് അഥവാ ഇനി ഇടയ്ക്ക് കാണുകയാണെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ ഇടയ്ക്ക് പറയും. അവർക്ക് എന്തെങ്കിലും ടി വിയിൽ ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് പോലെ കാണണമെങ്കിൽ 1 മണിക്കൂർ അതെന്താണ് കാണണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അവർ കാണുന്നത്. ആ കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ അവരോട് നിർത്തണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവരത് കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. ദൈവത്തിൻ്റെ കൃപയാണല്ലോ, അവരുടെ അനുസരണത്തിൽ ദൈവകൃപയിൽ അവർ വളർന്നു വരുന്നു. എൻ്റെ ഒരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയാൽ ദൈവം അവരെ നടത്തുള്ളൂ. നമുക്ക് മാതാപിതാക്കൾക്ക് പണി കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പം പണി കൂടി കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത വരുന്നത്. നമ്മൾ ശരിക്കും നമുക്ക് ഈ ഡയബോളിക്കായിട്ടുള്ള സ്വഭാവം പിള്ളേരുടെ അടുത്ത് നമ്മൾ പാടില്ലത്. നമ്മളെന്തായിരിക്കുന്നതോ അത് അവരുടെ അടുത്ത് അതുപോലെ ആയിരിക്കണം. അപ്പം നമ്മൾ വെളിയിൽ നമ്മൾ നല്ല ഹാൻസമായിരിക്കും, പക്ഷേ അകവും ഹാൻസമായിരിക്കണം. അവരെല്ലാം നോട്ട് ചെയ്യും. അപ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചു. അപ്പം അവർക്ക് ഒന്നും കുറ്റം പറയാനില്ല. അപ്പം നിങ്ങളത് ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് പറയാനായിട്ട് ഒരു അവസരവും ഇല്ല. നാളെ ഒരു സ്ത്രീ ഇവളോട് വിളിച്ച് ചോദിച്ചു, കൊച്ചെപ്പോഴും ഫുൾ ടൈം മൊബൈൽ അഡിക്റ്റഡാ, അത് കണ്ടുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിർത്തേനും. അപ്പം ചേച്ചി കാണുന്നുണ്ടോ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഫുൾ ടൈം രാവിലെ വൈകുന്നേരം വരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മടുക്കും, എനിക്കൊരു ആശ്വാസമില്ല. അപ്പം എൻ്റെ കാലൊക്കെ നിന്ന് ഞാൻ കഴിഞ്ഞ് ബക്കറ്റിലേക്ക് ചൂടുവെള്ളം ബക്കറ്റിലേക്ക് എടുത്തിട്ട് കാലിട്ടിട്ട് ഞാനൊരു സിനിമ കാണും, അതാണ് എൻ്റെ ഒരു ആശ്വാസം. അപ്പോൾ ചേച്ചി കാണുന്നതോ, അപ്പോൾ കുഞ്ഞുങ്ങളോട് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചോദിച്ചപ്പോഴത്തേനും എനിക്കത് പറ്റത്തില്ല, ഞാനിങ്ങനെ മടുത്തു വരികയല്ലേ, കുഞ്ഞിനോട് പറയണം ഫുൾ ടൈം ഇങ്ങനെ കാണുന്നത്. ഇതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. നമ്മൾ മറ്റൊന്ന് കാണിച്ചു കൊടുക്കും, അതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് വളരണം, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. നമ്മുടെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് പറ്റത്തില്ല. അപ്പം ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞില്ലേ, 10 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ബൈബിള് മാതാപിതാക്കളാണ്, നമ്മളെ നോക്കിയാണ് അവർ വളരുന്നതും പഠിക്കുന്നതല്ല. അപ്പം ആ 10 വയസ്സ് വരെ നമ്മൾ എങ്ങനെ ഇവരെ ഫോം ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും മുന്നോട്ട് അവരുടെ ജീവിതം ക്രമീകരിക്കുക അല്ലേ. ദൈവം ഞങ്ങളെ ജീവിതത്തിൽ കുറേ അധികം പഠിപ്പിച്ചു. അപ്പോൾ ഞങ്ങളത് പകർന്നു കൊടുക്കുന്നു. അപ്പൻ്റെ അവിടെ ജീവിതത്തിൽ ഇത് വരുമ്പോഴത്തേനും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്നെ എപ്പോഴും ഈ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരിക്കലും നടക്കത്തില്ലല്ലോ. അപ്പോൾ എന്നെ നയിക്കുന്ന ഒരു വലിയ വചനം ഇതാണ്, റോമ 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. അപ്പോൾ ഓരോന്നും വരുമ്പോൾ ഞാനിങ്ങനെ
അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്നില്ല, ദൈവത്തിൻ്റെ സമയത്താണല്ലോ എല്ലാം നടക്കുക. പക്ഷെ മാനസികമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് പറയും, ഈശോയെ വചനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ച് ജീവിക്കുക, അപ്പം ഞങ്ങളെ ഈശോ അതിൻ്റെ സമയത്ത് അത് ഞങ്ങൾക്ക് നല്ലതായിട്ടാണ് ഇത് വരുത്തുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, നന്ദി പറയുകയാണെന്ന് പറയും. എല്ലാ കാര്യത്തിലും നന്ദി പറയുക. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. അതാണ് യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്നാണ്. ഒരിക്കൽ ഞാൻ ഈശോയെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണത്. അതിൽ എന്നെ അതങ്ങനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ ആ വചനം തന്നെ പലപ്പോഴും പല സമയത്ത് പല രീതിയിൽ ചിന്തിപ്പിക്കുമല്ലോ. എന്നെക്കുറിച്ച് ചോദിച്ചു, എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ആ കൊറോണയുടെ ഒക്കെ കാലം വന്നപ്പോൾ എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ച ഒരു വചനമാണ്. ഞാൻ വിചാരിക്കും, നമ്മൾ നന്ദി പറയും, നല്ല കാര്യങ്ങൾ സാധിക്കാതിരിക്കുമ്പോൾ നന്ദി പറയും, നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കുമ്പോൾ നന്ദി പറയും. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷിക്കാനും നന്ദി പറയാനും പറ്റുന്നുണ്ടോ? കാരണം വചനം കൃത്യമായിട്ട് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുക എന്നാണ്. അപ്പോൾ ആ സന്തോഷം എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ അടുത്ത വചനം എനിക്ക് കിട്ടിയതാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുക. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ വിഷമം വന്നിട്ട് ഓരോ കാര്യങ്ങൾ നടന്നിട്ട് പോയി ഈശോയുടെ മുമ്പിൽ ചുമ്മാ ഇരുന്ന് ഈശോയെ എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞിരുന്ന കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ചാച്ച കുറച്ച് ബിസിനസ്സും ഒക്കെ ആയിട്ട് നടന്ന് നല്ല പ്രാർത്ഥനയൊക്കെ ആയിരുന്നിട്ട് അതിൽ നിന്ന് ബിസിനസ്സിനുമാനായി പോയ ഒരു കാലം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് എനിക്ക് തോന്നിയ, പ്രാർത്ഥിക്കാനും ഇത് ചെയ്യാനും ഒക്കെ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നിയ ഒരു കാലത്ത് എനിക്ക് പോയി ഇരുന്ന് ഈശോയുടെ അടുത്ത് ചുമ്മാ ഇരുന്ന് ആകെ അറിയാവുന്ന അന്നേരം ഒരു കൊന്ത ചെല്ലാനാണ്. കൊന്ത ചെല്ലുക, കുത്തിയിരുന്ന് കുറേ നേരം ഈശോയുടെ അടുത്ത് കരഞ്ഞിട്ട് എൻ്റെ സങ്കടം എല്ലാം പറയുക. വേറെ ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. മാതാപിതാക്കളോട് പറഞ്ഞാൽ അവർ വിഷമിക്കും, സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അപ്പം എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈശോയുടെ അടുത്തിരുന്ന് ഏറെ കരഞ്ഞ് പ്രാർത്ഥിച്ച കുറേ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തെ ആരാധിക്കാം, ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം.